ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ ആദ്യത്തെ മദ്രസ നബിദിന പരിപാടിയാണ്. അപ്പൊ പരിപാടി കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ തറവാട്ടത്തെ വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ മദ്രസ നബിദിനം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടോ ഇവരുടെ മദ്രസ നബിദിനം. അങ്ങനത്തെ റാലിയിൽ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളെയും കൊണ്ട് കഴിയണ പോലെ ചെറിയൊരു മധുരം കൊടുക്കല. അങ്ങനെ കാക്കു ആഭ്യകത അവർക്ക് മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ ദഫൊന്നും കളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് 1-2 വീട് അപ്പുറത്ത് ഇവര് ദഫൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് മണ്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ ആ വീടിന്റെ അവിടെ പോയി നിൽക്കലുണ്ട് കേട്ടോ. ഇവരുടെ ഒരു കളിയെങ്കിൽ ഒരു കളി കാണാലോ എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ മദ്രസത്തിൽ ഇതാ ഈ ഒരു പരിപാടി ഞങ്ങൾ ഇതുവരെ മിസ്സാക്കിയിട്ടില്ല കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള പണിയൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഞങ്ങൾ മണ്ടിയിട്ടുണ്ട്. മദ്രസിലൊക്കെ പഠിക്കണ അന്ന് ഈ ഒരു പരിപാടി കാണാനും വേണ്ടിയിട്ട് 2 മാസം മുമ്പൊക്കെ ഇത് എണ്ണി കാത്തിരിക്കണ ഓരോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിനു വേണ്ടി കാത്തിരിക്കാനൊക്കെ അങ്ങനത്തെ ഞങ്ങളവിടേക്ക് മണ്ടി എത്തിയപ്പോ ഇങ്ങനെ ചെറിയ കുട്ടികളെ ഫ്ലവർ ഷോ ഒക്കെ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ദഫ് സ്കൗട്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾ നിൽക്കണത് കൊണ്ട് തന്നെ എങ്ങനെയൊക്കെ തിക്കി തിരക്കി ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. ഞങ്ങളവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതിന്റെ അടിയിൽ കൂടെ അവിടെ ഐസ്ക്രീം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ. പിന്നെ ആ പരിപാടിയൊക്കെ കണ്ടിട്ടേ വീട്ടിൽ തന്നെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മാളിക്കുന്നത്തെ വീടിന്റെ അവിടെ ഒരു കല്യാണം ഉണ്ട്. ഞങ്ങൾക്ക് എന്റെ അളാപ്പാന്റെ കുട്ടിയുടെ കല്യാണം. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് മാറ്റി റെഡി ആയിട്ട് ഞങ്ങൾ എല്ലാവരും പാടെ സ്കൂട്ടിമ പോവാണ്. കുറെ ബസ്സിന് പോവാന്ന് പറഞ്ഞ് തീരുമാനിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കരുതി സ്കൂട്ടിമ തന്നെ പോവാന്ന്. അങ്ങനെ എല്ലാവരും പാടെ കൂടി അങ്ങനെ അവിടെ എത്തിയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗത്തിന് ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും അങ്ങനെ എത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് മാളിക്കുന്നത്തെ വീട്ടുകാരും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. പാറപ്പുറത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഉമ്മയും അനിയത്തി എല്ലാവരും വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ ഞാൻ പെണ്ണിനെയും കണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്റെ അമ്മായികള് ചിലവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, ചിലവരൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ എത്തിയലോടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഓരോ വിശേഷം പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നിൽക്കാന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതാ കുഞ്ഞാനൂനി മോനൂനിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓലോട് കുറച്ചേരൊക്കെ നിന്ന് വർത്താനം പറഞ്ഞിട്ടായി ഞങ്ങൾ പിന്നെ ചെക്കൻ വരുന്നതിന്റെ മുമ്പ് തന്നെ മാളിക്കുന്നത്തെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ചെക്കൻ വരുന്നേ നോക്കി ഞങ്ങൾ കുറെ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വരുന്നേ കാണാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നതാണ്. മക്കളൊക്കെ കുറെ നേരം അവിടെ നിന്നതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യം പിടിച്ച് അവർ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാളിക്കുന്നത്തെ വീട്ടിൽ